അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാഴുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവയെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവുമില്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിന്റെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങള് സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങള്, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികള്, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികള്, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവര്, അവർ കർത്താവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര്, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര്, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവര്, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് അവരുടെ കൈയും കാലും നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fair fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ.
ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെ എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണ്, വല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പൊ എൻ്റെ കൂടെയൊക്കെ പറയും, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാവോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലനും രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരി കുളത്തില്ലേ വന്നിരുന്നത്? 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്, പോലീസിന്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല, അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷെ എന്തോ പറ്റി, ആ കടത്തീരത്തെ പന്തലില് വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പൊ എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടി യുദ്ധത്തിന് പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട്, എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു, ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നുപോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങൾക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് ആ അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്ന് വെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു വന്ന് ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പൊ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ,
നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോവുകയാണ്. വെക്കുമ്പോൾ ഒക്കട്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ, അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞ് തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്ത് ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ്, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നാന്ന്. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളോട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണം നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. എൻ്റെ പേര് സിൽവസ്റ്റർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം രൂപതയിൽ മാർത്താണ്ഡതറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് നീലഗിരി ജില്ലയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ച് വരികയാണ്. എനിക്കിവിടെ കൃപാസനം എന്നതോ ഉടമ്പടി എന്നുള്ള പ്രക്രിയയോ ധ്യാനത്തിന് പോയിട്ടുള്ള പരിചയമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എങ്കിലോ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ആഗസ്റ്റ് മാസം 12-ാം തീയതി. ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. അങ്ങനെയുള്ള ഒരു അയോഗ്യനായ എന്നെ ഈ പീഠത്തിൽ സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് അവസരം കിട്ടിയതിൽ വളരെ 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 നന്ദി. എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ, ആദ്യത്തേത്, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് 2010 കാലഘട്ടത്തിൽ ഞാനൊരു ലോൺ എടുത്തിരുന്നു ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. 2012 ആ ലോണിന് ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ അവിടുത്തെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റുമൊക്കെ ആലോചിച്ചിട്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് 2012 ചെറിയൊരു പ്രോപ്പർട്ടീനെ സെയിൽ ചെയ്തിട്ട് ഒറ്റയടിക്ക് അതിനെ ക്ലോസ് ചെയ്തു. അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ 2016 കാലഘട്ടത്തിൽ വീണ്ടും ആ ലോണ് കെട്ടാനുണ്ടെന്ന് ഇൻറ്റിമേഷൻ ലെറ്റർ വന്നു. ആദ്യത്തെ മാസം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഷുവർട്ടി ഇട്ട ആൾക്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് വരുന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷുവർട്ടി ഇട്ട ടീച്ചറിനെ കമ്പൽ ചെയ്ത് അവരെയും ക്ലോസ് ചെയ്യിപ്പിച്ചു. അടുത്ത മാസം വീണ്ടും എൻ്റെ പേർക്ക് തന്നെ വീണ്ടും കുടിശ്ശിക വരുന്നു. ഞാൻ കൂടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലെത്തി. കാര്യങ്ങൾ അപ്പോഴാണ് തിരക്കുന്നത്. അന്നത്തെ കാലത്ത് സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഞങ്ങളെപ്പോലെ ഒത്തിരി ടീച്ചേഴ്സിൻ്റെ പൈസ ഇതുപോലെ കോടിക്കണക്കിന് രൂപ വന്നിട്ട് അടിച്ചു മാറ്റി. അത് കേസായതിനു ശേഷം എൻക്വയറി കമ്മീഷൻ വെച്ചു. എൻക്വയറി കമ്മീഷൻ വെച്ചിട്ട് ആ അക്കൗണ്ട് പഴയതെല്ലാം ആഡിറ്റ് ആകുമ്പോഴാണ് എന്നെപ്പോലുള്ള കുറച്ച് പേരുടെയൊക്കെ അക്കൗണ്ടിൻ്റെ പേജുകൾ മടക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഫേക്കായിട്ടുള്ള റെസിപ്റ്റ് തന്നിരിക്കുന്ന വിവരം 2016 അറിയുന്നത്. 2016 തുടർന്ന് ഒരു 4-5 എൻക്വയറി വിളിച്ചു. എൻ്റെ എവിഡൻസ് എല്ലാം കൊണ്ട് കാണിച്ചു. പക്ഷേ ആ കേസിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല. ഞാൻ വളരെയധികം വിഷമിച്ചു, വളരെയധികം പേടിച്ചു. കാരണം ഈ കേസിൽപ്പെട്ട് ഒരുപാട് പേര് മരിച്ചുപോയവരുണ്ട്. അവർക്ക് സർക്കാരിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടിയില്ല. എനിക്ക് ആകെയുള്ള വരുമാനം ഇത് മാത്രമാണ്. 3 മക്കളുണ്ട്. ഈ മക്കളുടെ കാലത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടേണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തകരും. മാത്രമല്ല ഞാൻ മരണപ്പെട്ടതിന് ശേഷം മക്കളുടെ മുഖത്ത് വീണ്ടും ഞാനൊരു തെറ്റുകാരൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാകും. ഇതിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു മാർഗവും തോന്നിയില്ല. ഞാൻ കേസിൻ്റെ രീതിയിൽ പോകണമോ റിക്വസ്റ്റ് ലെറ്ററിൽ പോകണമോ എന്നൊന്നും അറിയാതെ വളരെ പരിഭ്രമിച്ചിരുന്നു. എങ്കിലും 1-2 പ്രാവശ്യമൊക്കെ ചേർന്ന് അവിടെ ഒന്ന് പരാതിയൊക്കെ കൊടുത്തു. ഒരു മാറ്റവും വന്നില്ല.
എല്ലാ എൻക്വയറിയും ഞാൻ റെസിപ്റ്റ് തന്നതെല്ലാം കൊടുത്തു. അവർക്ക് ബോധ്യമായി ഇദ്ദേഹം കെട്ടിയതാണ്. പക്ഷേ ആ കേസിൽ നിന്ന് ഊരി വരാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ യാദൃച്ഛികമായിട്ടാണ് കൃപാസന അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുക്കാൻ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അതിനുശേഷം ഈ മെയ് മാസത്തിൽ നിന്നും എൻ്റെ പേര് ആ സബ്സ്ക്രിപ്ഷൻ ലെറ്ററിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടത് മാത്രമല്ല, ഓരോ പ്രാവശ്യവും സബ്സ്ക്രിപ്ഷൻ ലെറ്റർ കാണുമ്പം എൻ്റെ നെഞ്ചാകപ്പെടെ തകരും. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം പൈസ കെട്ടിയിട്ട് വീണ്ടും പണം കെട്ടാനുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കും എല്ലാ ടീച്ചേഴ്സ് നോക്കും, സ്റ്റാഫുകൾ നോക്കും, വീണ്ടും 4 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം 12 ലക്ഷം എന്നുള്ള രീതിയിൽ ഓരോ പ്രാവശ്യം കൂടി പോവുകയാണ്. അങ്ങനെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പേഴ്സണലായിട്ട് ഇൻ കേസ് കൊറോണ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് ഒരു ലെറ്റർ ചീഫ് മിനിസ്റ്ററും ഡിപ്പാർട്ട്മെൻറ്റോട്ട് എഴുതി വെച്ചു. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഞാൻ ഉയിലെഴുതുന്നത് പോലെ എഴുതി വെച്ച് രേഖ പ്രത്യേക ഫയൽ വെച്ചിട്ട് മക്കളുടെ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം ഇതിനെ വിനിയോഗിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി ആദ്യത്തെ ഞാൻ 2022 ഉടമ്പടി എടുത്തെങ്കിലും ഫസ്റ്റ് നിയോഗം ഇതൊന്നും വയ്ക്കുന്നില്ല. അതിനേക്കാൾ വേറെ നിയോഗങ്ങളുണ്ടായിരുന്നു, ഇതിന് വയ്ക്കുന്നില്ല. അവസാനം വച്ച അടുത്ത മാസം തന്നെ പുതുപ്പിച്ച അടുത്ത മാസം തന്നെ എൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി. വളരെ ഒരു സന്തോഷം, സമാധാനം, സംതൃപ്തി, എങ്ങുമില്ലാത്ത ആനന്ദമാണ്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ അതിനാദ്യം തന്നെ ഞാൻ പറയുന്നു. രണ്ടാമത്തെ നിയോഗം യഥാർത്ഥത്തിൽ ഉടമ്പടി എടുക്കുവാൻ പ്രേരണയായ ഒരു നിയോഗമാണ്. എൻ്റെ ഒരു കസിൻ ബ്രദർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇടവക വിട്ട് കഴിയുന്ന ആളാണ്. ഇടവകയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കണമെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ ജോലി നോക്കുന്നത് നീലഗിരി ജില്ലയിലായതുകൊണ്ട്. അപ്പോൾ ഈ കസിൻ ബ്രദർ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. കമ്മിറ്റിയിലുണ്ട്, എല്ലാ ജോലികളും ഓടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു ഇളക്കം മനസ്സിൽ. ഒരുപക്ഷെ അവരെ ഫാമിലി പോലും അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. അത്രയും രീതിയിൽ ഞാൻ ആഴമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടാകുന്നു. ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം യൂട്യൂബിലൂടെയാണ്. ആക്ച്വലി ആരും ഇവിടെ കാണുന്ന ഒരു വ്യക്തിയും എൻ്റെ അടുത്ത് കൃപാസനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പത്രം എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ എക്സ്പീരിയൻസ് ആരും ഷെയർ ചെയ്തിട്ടില്ല. ഉടമ്പടി വസ്തുക്കളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യാദൃച്ഛികമായിട്ട് യൂട്യൂബ് അഡിക്റ്റായ ഒരു വ്യക്തിയല്ല ഞാൻ. യൂട്യൂബ് എന്തെങ്കിലും കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും, എന്നിട്ട് ആ ആപ്പിനെ റിമൂവ് ചെയ്ത് കളയും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് ഞാൻ യൂട്യൂബ് നോക്കുകയും ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടുകയും കൃപാസനത്തിൽ വരണമെന്ന് തീരുമാനിക്കുകയും ഉടമ്പടി എടുക്കുന്ന രീതിക്ക് എന്നെ മാറ്റിയത് യൂട്യൂബ് തന്നെയാണ്. ഈ ഒരു സാക്ഷ്യത്തിന് ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടില്ല, വിമർശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുകയാണ് ഈ സാക്ഷ്യം. കാരണം ഇവിടെ യാതൊരു മനുഷ്യപ്രയത്നവും കൂടാതെ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് അമ്മ മാതാവ് എന്നെ വിളിച്ചു വരുത്തി, നീ ഇത് കാണണം, നീ അനുഭവിക്കണം, നിന്നെ വിശദീകരിക്കപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വലിയൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ വന്നതിന് കാരണം ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, ഇത് മനുഷ്യപ്രയത്നത്തിനല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രം തന്നെയാണ് ഞാനിവിടെ വരികയും. പ്രാർത്ഥന എന്തെന്നറിയാത്ത ഒരു വ്യക്തി, ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം. കാരണം പ്രാർത്ഥന എന്ന് വെച്ചാൽ എനിക്ക് എന്തെന്നറിയില്ല, അതിന് സമയം കൊടുക്കാത്ത വ്യക്തിയാണ്. 2018 ഞാനൊരു സ്വപ്നം കാണുന്നു. ഞാൻ ജയിലിൽ പോകുന്നതായിട്ടൊരു സ്വപ്നം. എനിക്ക് കുറേ സ്വപ്നങ്ങൾ വരും, അത് ഫലിക്കാണ്ടിരിക്കും. പക്ഷേ ഇത് വന്നപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു, ഇത് തീർച്ചയായിട്ടും ഫലിക്കും, ഉറപ്പാണ്. അപ്പോൾ ഏത് രീതിയിൽ ഞാൻ അകത്ത് പോകാൻ പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴാണ് 2018 നവംബർ മാസം തമിഴ്നാട് ഗവൺമെൻറ്റിന് എതിരായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ജാക്ടോജിയുടെ ഒരു സമരം പ്രഖ്യാപിക്കും. ഞാൻ തീരുമാനിച്ചു, കണ്ട സ്വപ്നം ടീച്ചർ സ്ട്രൈക്കിൽ ഞാൻ അകത്ത് പോകുന്നു. കാരണം ടീച്ചർ സ്ട്രൈക്കിന് പോകുമ്പോഴത്തേക്കും ഞാനായിരിക്കും ആ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നത്. എന്ത് വരുമെന്നുള്ളത് ആലോചിക്കില്ല, മുമ്പിൽ തന്നെ നിൽക്കും. ശരി, അത് പോട്ടെ. അങ്ങനെ ഡിസംബർ മാസമായപ്പം എക്സാമിനെ കരുതി മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അവർ ഇത് ഇനി സമരം ഉണ്ടാവില്ല, ഫ്രീ ആയിരുന്നു. ജനുവരി മാസം വീണ്ടും റീ ഓപ്പൺ ആയപ്പോഴത്തേക്കും വീണ്ടും സമരം വന്നു. സമരത്തിന് ആദ്യത്തെ 4 ദിവസം 3 ദിവസം ഞാൻ പോയില്ല. പിന്നെ ഞാൻ പോകേണ്ട സാഹചര്യം
പ്രഷറൈസ് ചെയ്യുന്നു. യൂണിയൻകാരും ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്ന് യാദൃച്ഛികമായിട്ട് പോയിട്ട് ഷാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അകത്ത് പോയി കോയമ്പത്തൂർ ജയിലിൽ അകത്ത് പോയി. എന്നിട്ട് എനിക്ക് ഭയം വരുന്നില്ല. കാരണം ഇത് മനുഷ്യൻ തരുന്ന സ്വപ്നമല്ല, സംഭവം ഗൗരവമായിട്ടുള്ളതാണ്. എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ വന്നതുപോലെ പോകും. ഞങ്ങൾ 86 പേര് അകത്തായി. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ധൈര്യമുണ്ട്. എന്തെന്നല്ല, ഞാൻ വന്നതുപോലെ തിരിച്ചു പോകും. എങ്കിലും പ്രാർത്ഥന എനിക്കില്ല. ആ സമയം അവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാകുന്നു. കാരണം എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഉണ്ട്. പുള്ളി ബൈബിൾ കൊണ്ടുവന്നു ജയിലിനകത്ത്. പ്രാർത്ഥന അദ്ദേഹത്തിന് കാണാനറിയാം. അദ്ദേഹം പ്രാർത്ഥന ചെയ്യുമ്പം ഞാൻ ലജ്ജിച്ച് നാണിച്ച് കുരുങ്ങി ഞാനൊരു ക്രിസ്ത്യൻ എന്ന് പറയുവാനായിട്ട്, ക്രൈസ്തവൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനുള്ള ഒരു വ്യക്തി എന്ന് പറയുവാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ ഒന്നുമല്ല. ഞാൻ നഗ്നനായിട്ട് വളരെ നാണിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനായി. പിന്നെ 2018 പറഞ്ഞതുപോലെ തിരിച്ചു വന്നു. എന്നിൽ ചില മാറ്റങ്ങൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെ ഗൗരവം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചില മാറ്റങ്ങൾ വന്നു. നേരെ യൂട്യൂബിൽ കൃപാസനത്തിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. കൃപാസനത്തിൻ്റെ മാതാവിനെ, അമ്മയുടെ സാന്നിധ്യം, സ്വപ്നങ്ങൾക്കും പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിനെ കുറച്ചെങ്കിലുമൊക്കെ വിലയിരുത്താൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 ജൂലൈ മാസത്തിൽ 29-ാം തീയതി കുറച്ച് യൂട്യൂബിലൊക്കെ ജോസഫ് അച്ഛൻ്റെ ആ സ്പീച്ചൊക്കെ കേട്ടെടുത്തിട്ട് ഞാൻ കൃപാസന വരണം, ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിക്കുള്ള കാര്യങ്ങളെ ഡെമോ ചെയ്ത് നോക്കണം. കാരണം എനിക്കിത് പറ്റുമോ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റുമോ എന്നുള്ളതിനെ ഡെമോ ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ജൂലൈ 29-ാം തീയതി മുതൽ 2022 ജൂലൈ 29-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ദേവാലയത്തിൽ ചെന്ന് മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്രാജുവലായിട്ട് അത് ഡെവലപ്പായി, കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ ആ സമയമാണ് ഈ പറഞ്ഞ വ്യക്തിക്ക് ആക്സിഡൻ്റ് ആകുന്നത്. ജൂലൈ 12-ാം തീയതി അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആകുന്നു. ആക്സിഡൻറ്റിനെ അനുമാനിച്ച് ഞാൻ വിചാരിച്ചു, ശരി, ഈ ഉടമ്പടിയിലെ ആദ്യത്തെ ഉടമ്പടി ഇദ്ദേഹത്തിൻ്റെ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥന, വീട്ടിലുള്ള പ്രാർത്ഥന, കർണക്കൊന്ത, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പുള്ളിയെ കുറിച്ച് കൊടുത്തിരുന്നു. കാരണം അങ്ങനെ എളുപ്പത്തിൽ പോകേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ പേഴ്സണലായിട്ട് അദ്ദേഹം എന്തെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഗൗരവം തോന്നി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഒരു 3 മണി കർണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തലയിൽ അടികൊണ്ട് കിടക്കുന്ന ആൾ തല ഉയർത്തി എന്നെ നോക്കുന്നത് പോലെ ഞാൻ കണ്ട് മെല്ലെ മെട്ടി തുറന്നു നോക്കുമ്പം അതൊരു തോന്നലാണ്, അതായത് എനിക്ക് തന്ന ആ ഒരു ഇത്. അപ്പോൾ ഞാൻ വീട്ടിൽ അവർക്ക് എല്ലാവരും പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും എനിക്ക് വിശ്വാസം വളർന്നിട്ടില്ല, ഇന്നും വളർന്നിട്ടില്ല എന്ന് വേണം പറയാം. പക്ഷേ എങ്കിൽ അത്രത്തോളം. അപ്പോൾ എൻ്റെ അളിയൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പം രാജനുള്ള രോഗസൗഖ്യത്തിനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണത്തിന് ഇടയ്ക്കാണ് ഇത് കാണുന്നത്. അതിൽ ഗോഡ് ഹിയർഡ് യുവർ വേർഡ്സ് എന്ന് വലിയ ലെറ്ററിൽ കാണുന്നു. അതിൻ്റെ പുറകിൽ ചെറിയ ലെറ്റർ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ കൈ കൊണ്ട് ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ ഇരിക്കും പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, കൈ കൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മങ്ങിപ്പോകുന്ന സമയം സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടിയല്ലെന്ന് പോലും അറിയില്ല. സ്കൂളിൽ പോയതിനു ശേഷം അതിനെ നോക്കുമ്പോഴത്തേക്കും ആദ്യം നോക്കുമ്പോൾ ഈ ചൈനീസ് ലെറ്റർ പോലെ കണ്ടു. സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ കിട്ടിയ വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം അധ്യായം 18 1 മുതൽ 7 വരെയുള്ള തിരുവചനം. അതിൽ ന്യായാധിപനും വിധവയും തമ്മിലുള്ള അതിന് വിശ്വാസത്തിന് പറയുന്ന ഒരു വചനമായിരുന്നു. ന്യായാധിപനും വിധവയും ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതിൽ ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം എനിക്കവിടെ കിട്ടുന്നു. അടുത്ത് 7-ാമത്തെ വചനത്തിൽ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്നതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി കൊടുക്കുകയില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അതായത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന് ഇഷ്ടപ്പെട്ട. ഇപ്പോൾ ജോസഫ് അച്ഛനൊക്കെ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുമ്പോഴത്തേക്കും അതിൻ്റെ കഠിന പ്രയത്നം, ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും റഷ് കാണുമ്പോൾ എനിക്ക് നിയോഗത്തിനേക്കാളും കൂടുതൽ ദൈവമേ ഇത്രയും ജനങ്ങളെ ക്രമീകരിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ എന്നുള്ള ഒരു വിളിയിലാണ് ഞാൻ വരുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ അത്രയ്ക്കും അങ്ങനെ ഈ 2-ാമത്തെ നിയോഗത്തിൽ പറഞ്ഞ ഈ വ്യക്തിക്ക് അസുഖം ഗ്രാജുവലായിട്ട് ഭേദമാകുന്നു. ഇദ്ദേഹത്തിന് ഞാൻ ലീവിന് പോകുമ്പോഴെല്ലാം ആശുപത്രിയിൽ ചെന്ന് കാണും. ഒരു കോമാ സ്റ്റേജിലായിരുന്നു ഇദ്ദേഹം, തലയിൽ അടികൊണ്ട് കോമാ സ്റ്റേജിൽ കുറേ ദിവസം വെന്റിലേഷനിൽ തന്നെയായിരുന്നു. ഞാൻ പോകുമ്പോൾ എല്ലാം ഉടമ്പടി തൈലം,
ഉടമ്പടി തൈലം ഉപയോഗിച്ച് കാശുരൂപം വെച്ചിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുമ്പം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനങ്ങനെ ഒരു രൂപത്തിലായിരുന്നില്ലല്ലോ. പക്ഷേ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പല മാറ്റങ്ങൾ വന്നു. ആക്ച്വലി അവർ സാക്ഷ്യം കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിരുന്നു എൻ്റെ കൂടെ, ഷാദി പറഞ്ഞാണ്ട് വന്നിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാനാണ് വെച്ചതുകൊണ്ടും അവർ ഫാമിലിയിൽ ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് പേരിലും സാക്ഷി എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ വലിയൊരു മിറാക്കിൾ ആ കുടുംബത്തിന് സംഭവിച്ചു. ജീവൻ രക്ഷപ്പെട്ട് ഇരിക്കുകയാണ്. കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കുടുംബത്തിൽ വൈഫിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വലിയ തോതിൽ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഉണ്ട്. അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ആൾ സേഫാണ്, കൊള്ളാം, തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് കുടുംബത്തിലെ ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ മക്കളും ഭാര്യയുമൊക്കെ വളരെ ദൈവവിളിയുള്ള മക്കളാണ്. പക്ഷേ ഞാൻ തന്നെയാണ് കുറച്ച് വഷള്. കാരണം ജോമാല പഠിക്കുമ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ജോമാലയിൽ നിർത്തുന്ന ആളായിരുന്നു. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം അങ്ങനെ ഇരുന്നത് ഇപ്പം ഒരുപാട് മാറി. കുടുംബം തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നു. അത് അമ്മ മാതാവിനെ കോടാനുകോടി നന്ദിയുണ്ട്. അടുത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം നിയോഗത്തിൽ വെച്ചിരുന്നു. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് 1999 ഇപ്പോൾ ഏകദേശം 24 വർഷമാകും. ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ അപ്പോയിൻമെൻ്റ് ആകുമ്പം അവിടെ ഉള്ള കുട്ടികളെല്ലാം മലയാളത്തിലെ കുട്ടികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സേഫായിരുന്നു. ഞാനും മലയാള അധ്യാപകനാണ്. ഇപ്പോൾ ആ മലയാളം എന്നുള്ളത് മാറി മൊത്തത്തിൽ തമിഴും ഇംഗ്ലീഷുമായിട്ടുമായി. എന്നിട്ട് ഈ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് ഇല്ല. അവസാനം ഇത് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഉടമ്പടിയിൽ ഞാൻ വെച്ചില്ല. കാരണം ഇത് അസാധ്യമാണ്, ഇത് നടക്കില്ല. അവസാനം എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് ഉടമ്പടിയിൽ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഞങ്ങൾ അവിടെ ഉള്ള എല്ലാ അധ്യാപകരെയും മലയാളം എന്നുള്ള കാറ്റഗറൈസ് ചെയ്യാതെ തമിഴിലും ഇംഗ്ലീഷിലുമായിട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിവേദനം കോർട്ടിലേക്കും കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്തു, ഒരുപാട് പ്രയത്നം ചെയ്തു. കാരണം ഞങ്ങളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് തമിഴിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം കുട്ടികൾ കുറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു. എന്നിട്ടും ഒരു പരിഗണനയും ചെയ്യില്ല. പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ ഉടമ്പടി ചെയ്തു. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയി. ഒരു റിട്ടേൺ സർട്ടിഫിക്കറ്റും ഇല്ലാതെ തന്നെ, അതായത് തമിഴ്നാട് ഗവൺമെൻറ് ഒരു ഉത്തരവും പുറപ്പെടുവിക്കാതെ തന്നെ ഇന്ന് ഞാൻ ഒരു തമിഴ് മീഡിയത്തിന് അധ്യാപകനായിട്ട് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ഇരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരിതാണ്. ഞങ്ങളുടെ ഒപ്പമുള്ള ടീച്ചേഴ്സിന് പോലും അവിശ്വസനീയമായിട്ടുള്ള ഒരു അതിശയമാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ 24 വർഷത്തിൽ ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് തമിഴിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് എനിക്ക് ഒരു അവസരം കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. ഈ നിയോഗം വയ്ക്കുന്നതിന് മുമ്പ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം തോന്നുന്നു 2022. അപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് പറഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത്, അനുവാദം ഉണ്ടോ എന്ന് അറിയുന്നില്ല. എൻ്റെ വീട്ടിൽ സദ്യയ്ക്ക് ഇരിക്കുകയാണ്. അതിലെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനായിരുന്നു. സ്വപ്നത്തിലാണ് അച്ഛൻ. ഞാൻ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ആ വാതിലിൻ്റെ അരികത്ത് നിൽക്കുക. അപ്പോൾ അച്ഛൻ സ്വന്തം പ്ലേറ്റിനെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വാഷിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഈ മനുഷ്യൻ പെടുന്ന പാടെ ഇയാളെ ഞാൻ മലയിൽ നിന്ന് ഇറക്കിയിട്ട് അടുത്ത പണിയുള്ളൂ. അച്ഛൻ്റെ അതേ സ്ലാങ്, അതേ ശൈലി, അതേ കൗശലത്തോടുകൂടി പറയുന്നു. ഞാൻ ഇങ്ങനെ ചാരി നിന്നിട്ട് ചിരിക്കുക, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമോ, ഈ ട്രാൻസ്ഫർ നടക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് എനിക്ക് അമ്മ മാതാവ് അല്ലെങ്കിൽ ഈശോ എനിക്ക് സാധിച്ചു തരും, ഞാൻ നിയോഗത്തിൽ വയ്ക്കാതുകൊണ്ടാണ് അതായത് കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാനത് വെച്ചു. എനിക്കും എന്നോടൊപ്പം ഉള്ളവർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള തീരുമാനം ദൈവം തമ്പുരാൻ എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ അതായത് പറഞ്ഞാൽ തീരാത്ത സ്വപ്നങ്ങളുടെ ഒരു ഇതാണ്, മൊത്തം സ്വപ്നങ്ങളാണ്. ഇനി അവസാനമായിട്ട് ഒരെണ്ണം കൂടി ഞാൻ പറയാം, ഒരു എക്സ്പീരിയൻസ് കൂടി. എൻ്റെ വീട് വന്നിട്ട് കടപ്പുറമാണ്, സീഷോറാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും ഈ തീരദേശത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും. ഈ സീവാൾ ഇട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നമാണ്. സീവാൾ ഏറ്റവും ദുരന്തം നമ്മൾ തന്നെ വരുത്തി വെച്ചു എന്നുള്ള ഒരു ഫീലിംഗാണ്. കാരണം ആ പ്രക്ഷോഭമായിട്ടുള്ള കാലവർഷം വരുമ്പോഴത്തേക്കും കടലിളകി ഒരുപാട് പേര് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ ഈ സ്വപ്നത്തിൽ കാണുന്നത്, ഫോൺ ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ഭാര്യയാണ് ഫോൺ ചെയ്യുന്നത്, സമയമായി കഴിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കടപ്പുറത്തിലൂടെ നടക്കുന്ന സീനാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞു, തൊട്ടടുത്തൊരു പ്രശ്നമാണ്, ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും, നീ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഫോണിന്
എൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൈവരിയിൽ ഞാൻ വച്ചിട്ട് ഞാൻ നേരെ അവരുടെ അടുത്ത് പോവുക. അവരുടെ അടുത്ത് പോകുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവാളിൽ ഇടിക്കാൻ പാകത്തിലുള്ള 2 ബോട്ട് കിടക്കുകയാണ്. ഒരുപാട് ആളുണ്ട്. അടുത്ത തിര അടിക്കുമ്പോഴത്തേക്കും എന്തായാലും കല്ലിൽ പോയി ഇടിക്കും, ഉറപ്പാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ആൾക്കാർ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും, പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയാൻ പോകുന്ന മെസ്സേജ് ഇതാണ്: ഇവർ 153 മണി ജപം ചൊല്ലി മാതാവിന് സമർപ്പിച്ചാൽ മാതാവ് രക്ഷപ്പെടുത്തുമല്ലോ, ഇവരെന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത് എന്ന് പറയാനായിട്ട് ഞാൻ പോകുമ്പം അവിടെ എൻ്റെ വാക്ക് അവർ കേൾക്കുന്നില്ല. ഞാൻ തിരിച്ചു വരുന്ന ഞാൻ എൻ്റെ മൊബൈലിനെ നോക്കുന്നു, എൻ്റെ മൊബൈലിനെ കാണുന്നില്ല. ഞാൻ വെച്ച വീടും അവിടെയില്ല, എല്ലാം കടലെടുത്ത് പോയി കഴിഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കരയുക, അമ്മമാത എനിക്ക് ആകെയുള്ളത് ഒരു മൊബൈലാണ്, ഈ മൊബൈൽ എനിക്ക് കിട്ടണം, ഉറപ്പായിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വപ്നത്തിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ കാതിൽ എനിക്ക് മെസ്സേജ് കിട്ടിയാണ്, നീ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നോക്ക് എന്നുണ്ട്. ലെഫ്റ്റ് തിരിഞ്ഞപ്പോൾ അടുത്ത തിരമാല ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കിടന്നാൽ കടൽ ഇതിനെ കൊണ്ടുപോകും. അപ്പോൾ ഈ തൊട്ട് പുറകിൽ നോക്കുമ്പോൾ ഒരു കറുത്ത കളറിൽ കണ്ണാടി ചില്ല് പോലെ മണ്ണിനകത്ത് പൊതഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് എടുക്കുകയും ചെയ്യണം, കടൽ വന്ന് അത് എടുത്തിട്ട് പോകും. ഞാൻ ഉടനെ അതിനെ എടുത്തപ്പം എൻ്റെ മൊബൈലാണ്, എൻ്റെ മൊബൈൽ. അപ്പോൾ എനിക്ക് മൊബൈൽ കിട്ടി. അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. ഇതിനകത്ത് കുറച്ചുകൂടെ സീനറീസ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എൻ്റെ മൊബൈൽ കിട്ടുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു അതിശയം നടക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന പഴയ മൊബൈൽ, കറുത്ത കളറിലുള്ള ഒരു പഴയ മൊബൈൽ 2017 മേടിച്ചിട്ട് അതിൻ്റെ ചാർജെല്ലാം പോവും. അത് ചാർജ് വയ്ക്കുമ്പോഴത്തേക്ക് 100% കയറും, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ 100% ആവും. പക്ഷേ ആ ചാർജ് ഊരിക്കഴിഞ്ഞാൽ 0-ലെത്തും. ഇത് വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വചനങ്ങൾ കേൾക്കും, റേഡിയോ ഇത് കേൾക്കും, ഇങ്ങനെ ഉള്ള അതുപോലെ കൃപാസനത്തിലെ ധ്യാനം കേൾക്കും. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും. ഇത് മൂന്നിൻ്റെ അന്ന് ഞാൻ ആ മൊബൈൽ എടുത്ത് ഇങ്ങനെ വലിച്ച് നോക്കുമ്പോഴത്തേക്കും ഫുൾ ചാർജിലിരിക്കുന്നു. ഇന്നും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത്. അങ്ങനെയുള്ള ജീവിതത്തിലെ എല്ലാ തലത്തിലും വളരെയധികം കൃപകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതെല്ലാം കേൾക്കുന്നു, ദൈവം തൊട്ടടുത്തിരിക്കുന്നു. ഞാൻ ജീവിച്ച ജീവിതമല്ല ജീവിക്കേണ്ടതെന്നുള്ള മനസ്സിലാക്കുന്നു. ഈ കൃപാസനത്തിൽ എനിക്ക് പറയേണ്ടത് ഇവിടെ അതിശയങ്ങളിലല്ല കാര്യം, ഇതിൽ മനുഷ്യശുദ്ധിയാണ്, വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ കൃപാസനത്തിൽ നിന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം. ചേട്ടനെ ആരും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതല്ല, ആരും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നേർച്ച വസ്തുക്കൾ ആരും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. എന്നാൽ അമ്മ തന്നെയാണ് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ കൃപാസനത്തെക്കുറിച്ചുമൊക്കെ സ്വപ്നങ്ങളിൽ സിൽവസ്റ്റേട്ടൻ കണ്ടിട്ടുണ്ട്. അമ്മ നേരിട്ട് സിൽവസ്റ്റേട്ടനെയും കുടുംബത്തെയും സഹായിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണിത്. ജെറമ്യാ 29:14 കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. ഇവിടെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് നേരിട്ടിടപെട്ട് സഹായിച്ചതാണ്. ആ ലോണ് അടച്ചു തീർത്തിട്ടും പിന്നെയും അടച്ചു കൊടുക്കണമെന്ന അവസ്ഥയിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഈ കുടുംബത്തെ സഹായിച്ചു. അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിക്കും മരണത്തിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. ലൂക്കാ 1:37 ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.